ഞാനൊരു 8 വർഷത്തിൻ്റെ മേലായിട്ട് ഈ ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് പിന്നെ ഫ്രണ്ട് ലോഡാണ് വരുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന അധികം ആൾക്കാർക്കും അറിയാത്തൊരു സംഭവമുണ്ട്. ഇതിൽ നമ്മൾ ഇങ്ങനെ ഇപ്പം വെള്ള മുണ്ടക്കാണല്ലോ, അതുപോലെ തന്നെ പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനത്തതൊക്കെ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ പുതർത്തിട്ടിട്ട് അങ്ങനെ ഇതിൽ വാഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷനും ഇതിലുണ്ട് കേട്ടോ. നമ്മൾ അറിയാത്ത കുറേ ഓപ്ഷൻസ് നമുക്കുണ്ട്. നമുക്ക് ചിലപ്പോൾ നമ്മൾ കാറ്റലോഗ് വായിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ആ എടുക്കുന്ന പിന്നെ ഷോപ്പിലുള്ള ആൾക്കാർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അപ്പം പിന്നെ നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പഠിക്കുകയാണല്ലോ ചെയ്യുക. പിന്നെ ഈ ഒരു മെഷീൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇതിൽ ലിക്വിഡ് തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക, ഓട്ടോമാറ്റിക്കിൻ്റെ. അല്ലാതെ നമ്മൾ ലോക്കൽ സോപ്പ് പൊടിയൊക്കെ ഇടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റമ്മ് കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് പണി കിട്ടും. 5000 റുപ്യാണ് ആ ഒരു റമ്മ് നന്നാക്കാനായിട്ട് പിന്നെ വേണ്ടി വരുന്നത്. ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഓൺ ആക്കുകയാണ്. എന്നിട്ട് നമ്മളിത് റിൻസ് പ്ലസ് സ്പിന്ന് എന്നുള്ള ഒരു ഇതിലേക്ക് വെക്കുകയാണ് കേട്ടോ. അതിൽ തന്നെ അപ്പോൾ 18 സെക്കൻഡ് എന്നുള്ള വരും. അതിൽ തന്നെ നമ്മൾ റിൻസ് ഹോൾഡ്, അപ്പം ആ ഒരു 6 സെക്കൻഡിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കാം. ഹോൾഡ് പറഞ്ഞാൽ നമ്മളൊരു അലക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ സോപ്പ് പൊടിയിൽ ഇട്ട് വെക്കല്ലോ, ഈ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തുണികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കുറച്ചും കൂടി ഒന്ന് നമുക്ക് നല്ലോണം നിറം വെച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ അതൊരു 6 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ക്വിക്ക് 30 ഇട്ടിട്ട് ഒരു പിന്നെ 40 സെക്കൻഡിലാണ് പിന്നെ അത് അലക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല ഒരു നമ്മൾ കല്ലുമെന്നൊക്കെ വാഷ് ചെയ്യണ അതേ ഒരു നിറത്തിൽ നമുക്ക് ഈ ഒരു വെള്ളം മുണ്ടൊക്കെ കിട്ടും.